ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണിക്കരങ്കിള് വന്നാ സമയം പോകുന്നതറിയില്ല. ഭയങ്കര തമാശക്കാരന്. നല്ല കഥകളൊക്കെ പറയും. പുരാണ കഥകളാണോ സരോജനി മുത്തശ്ശി പറയുന്ന പോലെ? അല്ല, അതൊന്നും അറിയില്ല. പറയുന്നതെല്ലാം പട്ടാള കഥകളാ. മതി മതി, പെണ്ണിന് എപ്പോഴും കിരിക്കൊണ്ടിരിക്കാനേ നേരമുള്ളൂ. എന്തിനാ മോളെ നീ അവളെ വഴക്ക് പറഞ്ഞത്? ജഗം വരാൻ ഇനിയും വൈകുവോ? കുറച്ചുകൂടി കഴിയും. പാവൻ ജഗൻ എത്ര വലിയ കോടീശ്വരന. എന്നിട്ടും നിന്നെയും ദേമോളെയും സംരക്ഷിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു. ഇതിൽ നിന്ന് തന്നെ അറിഞ്ഞുകൂടെ മോളെ, അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? ഒരുപാട് ജോലിയുണ്ടമ്മേ. എല്ലാം ഒന്ന് അടുക്കും ചിട്ടയാവണമെങ്കിൽ കുറച്ച് നാളെടുക്കും. ജഗന്റെ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോ നിനക്ക് എന്താ മോളെ ഒരു വെറുപ്പ്? മോളെ, പഴയതൊക്കെ നീ മറന്നോ? പക്ഷേ ദേമോൾ ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനൊറ്റ കാരണേ ഉള്ളൂ, ജഗൻ. അമ്മേ, അറിയാം മോളെ, നിന്റെ കഴുത്തിൽ നീ അറിയാതെ അവൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്ര. 1000 നന്മകൾക്കിടയിൽ അവന്റെ ഒരു തെറ്റു മാത്രം നീ കാണാൻ ശ്രമിക്കുന്നത്. നിനക്ക് വേണ്ടി ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച് അവന്റെ മനസ്സ് ഇനിയും നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് പാപം കിട്ടും. വെറുപ്പുണ്ടായിട്ടല്ലമ്മേ, പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ എന്റെ മനസ്സ് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാ. അമ്മ വാക്കു വലിച്ചു മോളെ കാണാൻ വന്നു അല്ലേ? അമ്മയ്ക്ക് ചായ കൊടുത്തു. കഴിക്കാനോ? ഒന്നും വേണ്ട. ഏയ് അത് പറ്റില്ല. വന്ദനെ, അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇരിക്കെ. മോനെ, കാര്യങ്ങളെല്ലാം അറിഞ്ഞു. എല്ലാം ശരിയാവും. ഈ അവസ്ഥയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കട മാധവേട്ടന്. ഒരു ഗതിയില്ലാത്തത് കൊണ്ടാ മോനെ. അമ്മേ, സ്വർണ്ണക്കരണ്ടി വേണ്ടി ജനിക്കാന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. 5 വയസ്സ് വരെ സ്വർണ്ണക്കരണ്ടിയിൽ ആഹാരം കഴിച്ചവനാ ഞാൻ. അന്നൊന്നും കിട്ടാത്ത രുചി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി കൊണ്ടുവരുന്ന നക്കാപ്പിച്ച പണം വെച്ചുണ്ടാക്കുന്ന ആഹാരത്തിനുണ്ടമ്മേ. മോനെ, അമ്മ ഇരിക്കെ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. മാനത്തെ കൊട്ടാരം